ഇന്ന് നമ്മൾ ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്താണെന്നറിയോ? കൈപ്പങ്ങ വെച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ആരെങ്കിലും കൂട്ടി വെക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മളും ആദ്യമായിട്ട് കൂട്ടി വെക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ കൈപ്പങ്ങ ഇതാ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ മൂക്കാത്ത കുരുവാണ്, ഇളയ കുരുവാണ്. അതുകൊണ്ട് കുരു കളയാതെ ഒന്ന് കുറച്ച് ഓയിലാക്കിയിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ കേട്ടോ. ഇത് നമ്മളെ വീട്ടിലുണ്ടായ കൈപ്പങ്ങ കൂടിയാണ് കേട്ടോ. ഇപ്പോൾ കൈപ്പങ്ങ അതാ രണ്ട് ഭാഗവും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം. ഈ ചട്ടിയിൽ തന്നെ നമ്മൾ ഈ കറിക്കുള്ള കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കടുകിട്ട് കൊടുക്കുക. അപ്പം ഇനി കടുക് പൊട്ടിയേക്ക് കുറച്ച് ചെറിയ ജീരകം. ഇനി വേണ്ടത് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് ചെറിയ ഉള്ളി ഇട്ടോ എടുത്തത്. നമ്മളിതിക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിക്ക് വേണ്ട മസാലപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി മുളകും പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് എല്ലാം ഇതിക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിക്ക് വേണ്ടത് തക്കാളിയാണ് കേട്ടോ. തക്കാളി നല്ല മിക്സിൻ്റെ ജാറിൽ ജ്യൂസാക്കിയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ചേർത്താൽ മതി. പക്ഷെ ഇത് നമ്മളെ വീട്ടിലത്തെ തക്കാളി ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ അത് വെന്ത് വരുന്നുണ്ട് കേട്ടോ. നല്ല പഴുത്ത തക്കാളി ആയതുകൊണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ തക്കാളി എല്ലാ മസാലയും മൂത്ത് കേട്ടോ. ഇതിക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് പുളിവെള്ളമാണ് കേട്ടോ. അപ്പോൾ എത്രയാണ് നമുക്ക് ഇതിക്ക് നമ്മളെ കറിക്കുള്ള ചാറ് വേണ്ടത് വെച്ചാൽ അത്രയും കറി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ ലാസ്റ്റ് നമ്മളെ കൈപ്പങ്ങ ഇട്ട് കൊടുക്കാൻ പോവുകയാണേ. അപ്പോൾ കൈപ്പങ്ങ ഏകദേശമൊക്കെ നേരത്തെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചപ്പോൾ വെന്തിട്ടുണ്ടാവും. ഇനി നമ്മളെ മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് അടച്ചു കൊടുക്കാം അല്ലേ. അപ്പോൾ കൈപ്പങ്ങ പുളിക്കറീൻ്റെ ഒപ്പം ഏറ്റവും കോമ്പിനേഷൻ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ഇനി ഒപ്പമുള്ളത്. നമുക്കിത് മുറിച്ച് പാകാക്കി എടുക്കണം. ഇനി തള ഉണക്കത്തളയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഈ കറി ഉണ്ടാക്കിയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചില സ്ഥലത്തേക്ക് തീയലൊന്നും പറയും തോന്നുന്നുണ്ട്, നമ്മൾ പറയില്ല കേട്ടോ. നമ്മളിത് കറി ആയിട്ടാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കയ്പ്പങ്ങയുടെ ഒരു കയ്പ്പ് പോലും അറിയില്ല, പുളി ഉള്ളതുകൊണ്ടതാവും. അപ്പോൾ ഇതാണ് നമ്മൾ ഉച്ചക്കത്തെ സ്പെഷ്യൽ കേട്ടോ, ഉണക്കമീൻ പൊരിച്ചതും.